ഇത് മുറിച്ചു പോയി അതൊക്കെ പണിയൊന്നുമില്ല അത് കൊളാക്കിയ ഹലോ ഗായ്സ്, അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒരു ക്രിസ്മസ് ട്രീ അങ്ങ് സെറ്റ് ചെയ്താലോ എന്ന് ചോദിച്ചു നേരെ ഞങ്ങൾ കടയിൽ പോയി വില ചോദിച്ചു. വില കേട്ട് അന്താളിച്ച് അതേപോലെ ഞങ്ങൾ തിരിച്ചും വന്നു കേട്ടോ. സോ നെക്സ്റ്റ് പ്ലാൻ ബി, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു. നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, 300 രൂപയിൽ കുറവ് മാത്രമേ പൈസ ആയിട്ടുള്ളൂ കേട്ടോ ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്രിസ്മസ് ട്രീ തന്നെ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവസാനത്തെ വീഡിയോയിൽ കാണാൻ പറ്റും എങ്ങനത്തെയാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന്. അപ്പോൾ ആദ്യം ഞങ്ങൾ ഈ 2 ചാർട്ട് ഒരുമിച്ച് ഒട്ടിച്ചു. നിങ്ങൾക്ക് ഇതിലും വലിയ ക്രിസ്മസ് ട്രീ വേണമെങ്കിൽ ഒരുപാട് ചാർട്ട് ഒട്ടിക്കാം, എന്ന് വെച്ചാൽ 4 ചാർട്ട് ഒട്ടിക്കാം. ഞങ്ങളിപ്പോൾ 2 ചാർട്ട് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2 ചാർട്ട് ഇങ്ങനെ 2ആയിട്ട് ഒട്ടിച്ചിട്ട് ഞങ്ങൾ കോൺ രീതിയിൽ മടക്കിയെടുത്ത് അതും ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഈ ഒരു ഗ്രീൻ സാധനം കണ്ടോ, ഇത് വെച്ച് നമ്മൾ പിന്നെ ഈ ക്രിസ്മസ് ട്രീ മൊത്തം ചുറ്റി കൊടുക്കുകയാണ് ചെയ്തത്. ഈ ഒരു ഗ്രീൻ സാധനത്തിന്, ഇത് ക്രിസ്മസ് ഡെക്കറിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ എല്ലാവരുടെയും കിട്ടുന്നതാണ്. ഇതിന് വെറും 30 രൂപ മാത്രമേ ഉള്ളൂ. 30 രൂപയ്ക്ക് നമുക്ക് 2.5 മീറ്റർ കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ 2 ചാർട്ട് വാങ്ങിയതിന് ഏകദേശം 5 ഇതേപോലത്തെ ഗ്രീൻ സ്ട്രാൻഡ്സ് വേണമായിരുന്നു. പക്ഷേ ഞങ്ങൾ 4 എണ്ണേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എത്താതെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കുറച്ച് എക്സ്ട്രാ വാങ്ങിച്ചു വെച്ചോ കേട്ടോ. നമ്മൾ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഈ ഗ്രീൻ സ്ട്രാൻഡ്സ് ഇതിന് മൊത്തം ചുറ്റി വരിക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഫെവിക്കോൾ വെച്ചൊന്ന് ട്രൈ ചെയ്തു. പക്ഷേ ഫെവിക്കോളിൻ്റെ ഒരു ബാഡ് ഐഡിയ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ മൊത്തം ഒട്ടിപ്പിടിക്കുക, അങ്ങനെ ഭയങ്കര ഒരു മെസ്സ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഡബിൾ സൈഡ് ടേപ്പില്ലേ, ഡബിൾ സൈഡ് ടേപ്പ് വാസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അത് മൊത്തം നമ്മൾ ഈ കാർഡ്ബോർഡിന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്താൽ മതി. ഇത് മൊത്തം റൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് എത്തുന്നില്ല എന്ന്. പിന്നെ ഞങ്ങളിത് ഫുള്ള് വലിച്ച് താഴെ കൊണ്ടുവന്നു. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ലാസ്റ്റത്തെ പോർഷൻ എങ്ങനെയൊക്കെ സെറ്റായത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മൾ ഈ ഡബിൾ സൈഡ് ടേപ്പ് തീർന്നു പോയി. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് ഈസി മെത്തേഡാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡബിൾ സൈഡ് ടേപ്പ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, നമ്മൾ സാധാരണ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട്. ഇൻ കേസ് നിങ്ങൾ സ്ട്രാൻഡ്സ് മൊത്തമായിട്ട് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നും ചെയ്യേണ്ട. നമ്മൾ ഈ ചാർട്ട് പേപ്പറിൻ്റെ ലാസ്റ്റ് പോർഷൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. അപ്പോൾ അങ്ങനെയും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞങ്ങൾ സ്റ്റാർ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഇതിലേക്ക് പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പേപ്പറിൽ 2 ട്രയാങ്കിൾ വരച്ചിട്ട് അത് അതിനനുസരിച്ച് മുറിച്ചെടുത്തിട്ട് നമുക്ക് സ്റ്റാർ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അങ്ങനെ ക്രിസ്മസ് ട്രീ സെറ്റായി. ഇനി അടുത്ത ഡെക്കേഴ്സ് എങ്ങനെ വെക്കുന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഡബിൾ സൈഡ് ടേപ്പ് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഈ ഡെക്കേഴ്സൊക്കെ വെക്കാനുള്ള ഐഡിയയിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഞങ്ങൾക്ക് തീരെ വർക്ക് ആവുന്നുണ്ടായിട്ടില്ല. ഞങ്ങൾ ഡെക്കേഴ്സ് വെക്കുന്ന സമയം തന്നെ അത് ഇപ്പോൾ താഴേക്ക് വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് തീരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ബി എടുക്കേണ്ടി വന്നു. അപ്പോൾ പ്ലാൻ ബി ഇതായിരുന്നു, ഞങ്ങൾ ഒരു ഈർക്കിളി എടുത്തു. ഈർക്കിളീൻ്റെ മേലെ ഞങ്ങൾ ഈ ക്രിസ്മസ് ഡെക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ ചുറ്റി വെച്ചിട്ട് ഈ ഈർക്കിളി ജസ്റ്റ് ഒന്ന് അവിടെ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പം തന്നെ അത് നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്, അതിങ്ങനെ കാണുന്നൊന്നുമില്ല. സോ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാവുന്നതാണ്. അത് വളരെ ഈസി മെത്തേഡാണ് കേട്ടോ. ഈ ക്രിസ്മസ് ഡെക്കേഴ്സിനൊന്നും അധികം റേറ്റും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഒരു പാക്കറ്റിന് 60 റുപ്പീസ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ 2 പാക്കറ്റ്സാണ് വാങ്ങിയത്. ഒരു പാക്കറ്റിൻ്റെ അകത്ത് തന്നെ ഏകദേശം ഒരു 6 to 7 ഡെക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ വേർത്തായിരുന്നു ഞങ്ങൾക്ക്. അതിൻ്റെ അകത്ത് തന്നെ ഞങ്ങൾക്ക് കുഞ്ഞു സാന്റാസ് ഉണ്ടായിരുന്നു, ജിങ്കിൾ ബെൽസ് ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാം കൂടി നമ്മളെ ക്രിസ്മസ് ട്രീ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. നിങ്ങൾ തന്നെ നോക്കും ഗൈസ്, ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്സ് നിങ്ങൾ തന്നെ നോക്കും. നല്ല കിടിലം ഒരു ക്രിസ്മസ് ട്രീ ആയിട്ടില്ല. നമ്മളിപ്പോൾ ഇത് ഷോപ്പ് പോയിട്ട് വാങ്ങുകയാണെങ്കിൽ ഏകദേശം നിങ്ങൾ 1000 റുപ്പീസ് എബവ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഉറപ്പായിട്ടും ചിലവാകുന്നതാണ്. അതാണ് നിങ്ങൾക്ക് 300 രൂപയ്ക്ക് കുറവ് നിങ്ങൾക്ക് സെറ്റ് ആവാൻ പോകുന്നത്. ഇപ്പോൾ വെക്കേഷൻസ് ഒക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കി നല്ല അടിപൊളി ഫോട്ടോസൊക്കെ ഇട്ടിട്ടോ എല്ലാവരും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.